മൗലവി പറഞ്ഞതാണത്. നിങ്ങൾ കണ്ടോ, ഇത് പേരോടച്ചടിച്ചതല്ല, കാന്തപുരം അച്ചടിച്ചതല്ല, മറവൂർ വി.കെ. ഉസ്താദ് അച്ചടിച്ചതല്ല, മറവൂർ കീയന ഉസ്താദ് അച്ചടിച്ചതല്ല. ഇത് നിങ്ങൾ സൗദി അറേബ്യയിൽ നിങ്ങൾ വീമ്പളക്കാറില്ലേ, നിങ്ങളെ ഭരണമാണെന്ന് പറയാറില്ലേ, ആ സൗദി അറേബ്യയിൽ അൽ മുസ്ലിമൂൻ പത്രം 1997 സെപ്റ്റംബർ 26 അൽ മുസ്ലിമൂൻ പത്രം, ആ അൽ മുസ്ലിമൂൻ പത്രത്തില് കണ്ടോ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ ഖബർ കണ്ടോ. തുടക്കമൊന്ന് വെക്കുമനെ, ഖബർ കണ്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ മേലെ അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് തലയുടെ അടുക്കലതാ എഴുതി വെച്ചിരിക്കുന്നു, അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണാൻ പത്രം നോക്കിയാൽ ശരിക്ക് കാണാം. ഇനി നിങ്ങളോട് പറയട്ടെ, അതിന്റെ അടുത്തതാ ഒരു മെഴുകുതിരി പോലൊരു സാധനം വെച്ചിരിക്കുന്നു. ഇങ്ങനെ കുത്തനെ കണ്ടോ നിങ്ങൾ വെച്ചിരിക്കുന്നത്. ഇനി അതിന്റെയും അപ്പുറത്ത് നിങ്ങളോട് പറയട്ടെ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. സെലഫികളോട് ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങളെ സെലഫി, എന്താ നിങ്ങളെ മുജാഹിദ്? ഇനി നിങ്ങളോട് പറയട്ടെ, ഇതിന്റെ മേലെ പട്ടുവസ്ത്രമുണ്ടെന്ന് പേരോടല്ല എഴുതുന്നത്. നിങ്ങൾ കേൾക്കണം, ജിദ്ദയിൽ നിന്ന് പുറത്തിറക്കുന്ന ഈ പത്രത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. وآخر أعلنوه عن شرف مشاركتهم في نسج كسوة الحجرة النبوية لكني جئت لأقف بنفسي على ذلك. ആരോ പറയുന്നത് കേട്ട് പറയാനല്ല ഞാൻ വന്നത്, കള്ളം പറയാനല്ല ഞാൻ വന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കി പറയാനാണ് റൗദയിലേക്ക് വന്നത്. ഫവല്ലാഹി ما ملأت عيني قط من الحجرة الشريفة قبل اليوم. ഇതിനു മുമ്പ് റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് ഇതുപോലെ കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല. വമാ അറഫ്തു ഖബല اليوم, ഇത് കാണുന്ന ദിവസമല്ലാതെ ഞാൻ അറിഞ്ഞില്ല. അൻ അംദി ഹാദിൽ കിസ്വത്തിൽ ഖദറായി, ഈ പച്ചപ്പട്ട്, ഈ പച്ച വസ്ത്രം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ളത് മുമ്പ് ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, റഅയ്തുൽ കിസ്വത, ഞാൻ ആ വസ്ത്രത്തെ കണ്ടു. തഹുഫു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെ ഇട്ടിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. വസാഹിബൈഹി, സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിന്റെ മേലെയുമുണ്ട്. ഫീ ബൈത്തി അബൂ ഉമർ ബിൻ ഖത്താബിന്റെ ഖബറിന്റെ മേലെയുമുണ്ട്. ഫീ ബൈത്തി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അത് ആയിഷ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലാണ്. വശാഹത്തു, ഞാൻ അനുഭവിച്ച് കണ്ടു. തനാദീല മുഅല്ലഖതൻ ബിസഖഫിൽ ഹുജ്റത്തിൻ നബവിയ്യ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ റൗള ശരീഫിന്റെ മച്ചിന്റെ മേലെ വിളക്കുകൾ കൊളുത്തിയിട്ടത് ഞാൻ കണ്ടു. റഅയ്തു മിസ്ലഹാ, അതുപോലുള്ള വിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഫീ ജൗഫിൽ കഅബത്തിൽ മുശറഫ, കഅബ ശരീഫിന്റെ ഉള്ളിലും ഞാൻ വിളക്ക് കൊളുത്തിയത് കണ്ടിട്ടുണ്ട്. വഹിയ ഹയാദായ ഖദീമത്തുൻ മുസാഖത്തുൻ മിനൻ ദഹബി വൽ ഫിദ്ദതി, അത് വെള്ളി പൊന്നിനാൽ ഉണ്ടാക്കപ്പെട്ട പഴയ ഹദിയകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഓ ജനങ്ങളെ, ഞാനൊന്നു കൂടി പറയട്ടെ. അതാ വസ്തദ്റദ ബഅദ ഖലീലിൻ കിസ്വത്തുൽ ഹുജ്റത്തിൻ നബവിയ്യതി ലാ തതബദ്ദലു കുല്ല ആമിൻ മിസ്ല കിസ്വത്തിൽ കഅബത്തിൽ മുശറഫ, കഅബയുടെ പട്ട് മാറ്റുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് സാധാരണ കൊല്ലത്തിൽ മാറ്റാറില്ല. ഫയ്യ മഹ്ഫൂദത്തുൻ ഫീ ബിനാഇൽ ഹുജ്റതി വബഈദത്തുൻ അയാദി അനിൽ അയാദി വഅമാലിൽ മനാഖി വയതിമ്മു തഗ്യീറുഹാ കുല്ലമാ ദാത്തിൽ ഹാജത്തു ഇലാ ദാലിക. കഅബത്തിന്റെ മേലെയുള്ള പട്ട് ലക്ഷങ്ങൾ വന്ന് തൊടുകയും പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് കൊല്ലത്തിൽ മാറ്റേണ്ടി വരും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് അത് ആളുകൾ വന്ന് തൊടുന്നില്ല, അതുകൊണ്ട് അത് കൊല്ലത്തിൽ മാറ്റേണ്ടതില്ല, ആവശ്യത്തിനെ മാറ്റാറുള്ളൂ. അത് സഊദി ഭരണാധികാരിയുടെ അഭിപ്രായം അനുസരിച്ചാണ് മാറ്റിയിടാറുള്ളത്. ഞാൻ ഓർമ്മിക്കുന്നു, സെലഫികൾ മുഴുവനും പഠിച്ചോളണം. എന്തെങ്കിലും പറഞ്ഞ് നടക്കുന്ന മൗലവിമാരെ പിന്നിൽ പോയിട്ട് അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, ശരിക്ക് പഠിച്ചോളണം. നിങ്ങൾ ശവകുടീരം എന്നല്ലേ അമ്പിയാക്കളെ ഖബറിനെ കുറിച്ച് പറഞ്ഞത്? ചത്തുപോകണ്ട, നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ലല്ലോ. കാരണം ശവകുടീരം അമ്പിയാക്കളെ